പ്രിയമുള്ളവരെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാം സംസ്ഥാന സമ്മേളനം 2026 ജനുവരി 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന കൊല്ലം മണ്ണിൽ 30 വർഷത്തിന് ശേഷമാണ് ഈ സമ്മേളനം വീണ്ടും എത്തുന്നത്. 1994 മെയ് മാസത്തിലാണ് സമ്മേളനം നേരത്തെ ഇവിടെ നടന്നത്. അന്ന് സമ്മേളനം നടക്കുന്നത് കൊല്ലത്തെ ടൗൺ ഹാളിലായിരുന്നു, കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിലായിരുന്നു അന്ന് സമ്മേളനം നടന്നത്. അതിനുശേഷം 2026 ജനുവരി മാസമാണ് സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ എല്ലാ യുക്തിവാദ സുഹൃത്തുക്കളെയും കേരള യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രമുറങ്ങുന്ന കൊല്ലത്തിൻ്റെ മണ്ണിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. കൊല്ലത്തിന് ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. കല്ലുമാല സമരവും പെരുന്നാട് സമരവും അടക്കം ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണാണ് കൊല്ലം. അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഈറ്റില്ലം കൂടിയാണ് കൊല്ലം. അത്തരം ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക് സമ്മേളനം വീണ്ടും വന്നതിൽ ഞങ്ങളൊക്കെ വളരെ സന്തോഷമാണ്. സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരുന്നുണ്ട്. കൊല്ലം പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള സോപാനം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ എഴുത്തുകാരി, ബംഗ്ലാദേശ് എഴുത്തുകാരിയായിട്ടുള്ള തസ്ലീമ നസ്രീനാണ്. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അവർ ഇന്ത്യയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരാണ്, തസ്ലീമ നസ്രീനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് മറ്റ് ഒട്ടേറെ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 9-ാം തീയതി ഒരു എക്സിബിഷനോടുകൂടിയാണ് ഈ സമ്മേളനം തുടങ്ങുന്നത്. ലൈബ്രറിയുടെ തന്നെ സരസ്വതി ഹാളിൽ ഒരു എക്സിബിഷൻ അന്ന് അരങ്ങേറുകയാണ്. അതിനോടനുബന്ധിച്ച് മറ്റ് അനുബന്ധ പരിപാടികൾ, സയൻസ് ദശകം, സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകത്തിൻ്റെ ഗാനോത്സവത്തോടു കൂടിയാണ് അത് അനുബന്ധ പരിപാടിയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. കേരളാടിസ്ഥാനത്തിലാണ് ആ അനുബന്ധ പരിപാടി നടത്തുന്നത്. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ സയൻസ് ദശകം ഗാനോത്സവ പരിപാടി എല്ലാ ജില്ലകളിലും നടത്തി അതിൻ്റെ 1-2 വിജയികളെ കൊല്ലത്ത് വെച്ച് അതിൻ്റെ സമാപന മത്സരവും ഉണ്ടായിരിക്കും. ആ സമാപന മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് അടക്കം ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. സമ്മേളന ഉദ്ഘാടനം തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിൻ്റെ സംഘടന പരിപാടികളാണ്. ഈ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻ പ്രശസ്ത കവി കൊല്ലത്തിൻ്റെ പ്രിയപുത്രൻ കുരീപ്പുഴ ശ്രീകുമാറാണ് ഈ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻ. ഇതിൻ്റെ ജനറൽ കൺവീനർ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കുന്ന സുധി ശങ്കരനാണ് ഇതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒട്ടേറെ പ്രമുഖർ. ഇതിൻ്റെ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാനായിട്ട് സഖാവ് സുബാൽ MLA-യും പ്രമുഖ എഴുത്തുകാരനും നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള PK ഗോവനുമാണ് ഇതിൻ്റെ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻമാരായിട്ടുള്ളത്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാരായിട്ട് കൊല്ലത്തിൻ്റെ യുക്തിവാദി സംഘത്തിൻ്റെ തന്നെ മുന്നണി പോരാളിയായിട്ടുള്ള T മോഹൻ ചാപ്റ്റർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ R തുളസി കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു R തുളസി അടക്കം കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച RC ബോസ് അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിലവിൽ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജോയി അശോകും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള G സന്തോഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജില്ലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ നടന്നു വരുന്നു. ഒട്ടേറെ പ്രവർത്തകർ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടത്തി വരികയാണ്. തിരഞ്ഞെടുപ്പായിരുന്നുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ചില മാന്യത ഉണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോവുകയാണ്. കൊല്ലത്തെ സംബന്ധിച്ചും കൊല്ലത്ത് വളരെ ദൂരത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കൊല്ലത്ത് ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട്. കൊല്ലത്ത് കായലിൻ്റെ ഒരു കായൽ യാത്ര, അതുപോലെ തന്നെ മൺട്രോത്തുരുത്തിലേക്കുള്ള ഒരു ട്രിപ്പ്, കൊല്ലം തങ്കശ്ശേരി വിളക്കുമരം, അങ്ങനെ തുടങ്ങി കൊല്ലത്തിൻ്റെ തനതായ ഒരു തൊഴിൽ മേഖലയാണ് കശുവണ്ടി രംഗം എന്ന് പറയുന്നത്. അപ്പം വിവിധ കശുവണ്ടി ഫാക്ടറികൾ, അതൊരു സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വരുന്നവർക്ക് അതൊക്കെ പുതിയ അനുഭവമായിരിക്കും. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ അവർക്ക് അയവിറക്കാനുള്ള ഒരു കാഴ്ചകളും മറ്റുമൊക്കെ കൊല്ലത്ത് കാണാനുണ്ട് എന്നുള്ളതും കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടം പൊതുജനങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്ന 3-4 സെഷൻ പരിപാടികൾ, ഈ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകരെ പങ്കെടുപ്പിച്ചിട്ടുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് നടത്തുന്നത്. ഒപ്പം ഒരു മാധ്യമ അവാർഡ്, തിരേക മാധ്യമ അവാർഡും യുക്തിവാദി സംഘം നൽകുന്നുണ്ട്. സമ്മേളനം കഴിഞ്ഞാൽ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷനായിട്ടുള്ളത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഗംഗൻ അഴീക്കോടാണ്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിന് സ്വാഗതം പറയുന്നത് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും പ്രമുഖ കവിയുമായിട്ടുള്ള കുരീപ്പുഴ ശ്രീകുമാറാണ്. തസ്ലീമ നസ്രീൻ എനിക്ക് തോന്നുന്നു കൊല്ലത്ത്
നാടാടെയാണ് കൊല്ലത്ത് എത്തുന്നത് എന്ന് തോന്നുന്നു. തീർച്ചയായും കൊല്ലത്ത് കേരള യുവജന സംഘത്തെ സംബന്ധിച്ചുള്ള അതൊരു വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഇത്തരമൊരു എഴുത്തുകാരി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഇത്തിരേഖ മാധ്യമ അവാർഡ് നൽകുന്നുണ്ട്. ഇത്തിരേഖ മാധ്യമ അവാർഡ് തസ്ലീമ നസ്രീനാണ് നൽകുന്നത്. ആ അവാർഡ് കൊടുക്കുന്നത് VP സുഹ്റയാണ് മാധ്യമ അവാർഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള TK മീരാഭായി, പ്രൊഫസർ TJ ജോസഫിന് ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ സുപരിചിതമായിരിക്കും. പിന്നെ കോളേജ് പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന പേര് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും വെട്ടുന്ന മുസ്ലിം ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തെ വളരെ കഠിനമായി ആക്രമിച്ച അദ്ദേഹം ഇന്ന് വളരെ ആരോഗ്യവാനായിട്ട് ഉണ്ട്. അദ്ദേഹം കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. പിന്നീട് ഈ ഞങ്ങളുടെ സമ്മേളനത്തിന് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സംഘടനാ സമ്മേളനം തുടങ്ങുകയാണ്. റിപ്പോർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 3-4 വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളാണ്. ഉച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പ്രഭാഷണം 1:45 പ്രഭാഷണത്തിന് തൊട്ടു മുമ്പ് വയലാർ ഗാനങ്ങളുടെ ഒരു ആലാപനത്തോടു കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്നത്. അതുപോലെ തന്നെ പ്രഭാഷണം തുടങ്ങുന്നത് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ ഗുഹാമനുഷ്യൻ എന്ന വിഷയം, ആധുനിക ജീവിതവും പുരാതന മസ്തിഷ്കവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വൈശാഖൻ തമ്പിയാണ് കോളേജ് പ്രൊഫസറും പ്രമുഖ പ്രഭാഷകനുമായിട്ടുള്ള വൈശാഖൻ തമ്പിയാണ് ആ പ്രഭാഷണം നടത്തുന്നത്. മറ്റൊരു പ്രഭാഷണം, തുടർന്നുള്ളൊരു പ്രഭാഷണം ഡോക്ടർ TS ശ്യാംകുമാറാണ്. അത് ഹിന്ദുത്വവും ദേശീയതാ വ്യവഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഡോക്ടർ ശ്യാംകുമാർ പ്രഭാഷണം നടത്തുന്നത്. മറ്റൊരു പ്രഭാഷണം ഉള്ളത് വിദ്യാഭ്യാസവും വിഭ്രാന്തിയും എന്ന വിഷയം, ജോസ്റ്റിൻ ഫ്രാൻസിസ് എന്ന സൈക്യാട്രിസ്റ്റായിട്ടുള്ള അദ്ദേഹമാണ് ആ ക്ലാസ് എടുക്കുന്നത്. പിന്നീട് നമ്മുടെ കേരള യുവജന സംഘത്തിൻ്റെ യുവജന വിഭാഗത്തെ HYM-ന്റെ പ്രവർത്തകയായിട്ടുള്ള സ്നേഹ അനിലിൻ്റെ ഒരു പ്രഭാഷണമാണ് പിന്നീടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സാംസ്കാരിക ജാഥയാണ്. തുടർന്ന് തിരിച്ചു വന്നിട്ട് സാംസ്കാരിക സമ്മേളനം ഈ സമ്മേളന നഗരിൽ തന്നെ അരങ്ങേറും. അഭിലാഷ്, നമ്മളെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള TV ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള അഭിലാഷ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ കവി, നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കുരിപ്പുഴ ശ്രീകുമാർ, ശൈലജ ജല നാടക സംസ്ഥാന സെക്രട്ടറി, നാടക പ്രവർത്തകയായിട്ടുള്ള ശൈലജ ജല പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള PS സുബാലും ഡോക്ടർ PK ഗോപനും അഡ്വക്കേറ്റ് രാജഗോപാൽ അടക്കമുള്ളവർ ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2-ാം ദിവസം രാവിലെ കലാപരിപാടികളോടുകൂടി തന്നെ സമ്മേളനം ആരംഭിക്കും. അതിന് ശേഷം രാവിലെ ഒരു പ്രഭാഷണമാണ്. അത് പ്രഭാഷണം നടത്തുന്നത് കാലടി സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള അജയ് ശേഖറാണ്. ആ വിഷയം എന്ന് പറയുന്നത് കീഴടിയും പട്ടണവും തെന്നിന്ത്യൻ സംസ്കാര അടിത്തറകളും എന്ന വിഷയത്തിലാണ് അജയ് ശേഖർ പ്രഭാഷണം നടത്തുന്നത്. ആ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് കേരള യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഇരിങ്ങൽ കൃഷ്ണനാണ്. ആ പ്രഭാഷണത്തിന് ശേഷം പിന്നീട് സംഘടനാ സമ്മേളനം, പ്രതിനിധി സമ്മേളനം തുടരുകയാണ്. 11 മണി മുതൽ പ്രതിനിധി സമ്മേളനമാണ്. പിന്നീട് ആ സംഘടനാപരമായ പ്രതിനിധി സമ്മേളനവും ചർച്ചയും പുതിയ ഭാരവാഹികളെ കമ്മിറ്റിയെ തിരഞ്ഞെടുപ്പും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പും അടക്കമുള്ള പരിപാടികൾ പോകും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനമാണ്. ആ സമാപന സമ്മേളനത്തിൽ സംഘടനയുടെ പുതിയ പ്രസിഡന്റിൻ്റെ അധ്യക്ഷത, പുതിയ ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ സുധി ശങ്കരൻ നന്ദി പ്രകാശനത്തോടുകൂടി ഈ സമ്മേളനം ഇവിടെ അവസാനിക്കും. 11-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ഈ സമ്മേളനം കൊല്ലത്ത് അവസാനിക്കും. സമ്മേളനം കഴിഞ്ഞാൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊല്ലം നഗരത്തെ കണ്ട് മനസ്സിലാക്കാനും കൊല്ലം നഗരത്തെ അനുഭവിച്ചറിയാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അത് വരുന്ന പ്രതിനിധികൾക്ക് അവരുടെ സൗകര്യം പോലെ അതൊക്കെ ഏറ്റെടുക്കും. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവരിൽ പലരും നേരത്തെ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ദൂരത്ത് വരുന്ന സുഹൃത്തുക്കൾ റൂം ആവശ്യമുള്ളവർ 25-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ റൂമുകൾ ബുക്ക് ചെയ്യണം. റൂമിൻ്റെ ലഭ്യതയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ സമ്മേളന സ്ഥലത്തിന് തൊട്ടടുത്ത് അങ്ങനെ നമുക്ക് റൂമുകളില്ല, കുറച്ച് അധികം ദൂരോട്ട് മാറിയിട്ടാണ് റൂമുകളുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റൂം ആവശ്യമുള്ള ആളുകൾ 25-ാം തീയതിക്ക് മുമ്പ് തന്നെ ആ റൂമുകൾ ആവശ്യമുള്ളവർ അത് സംഘാടക സമിതിയെ അറിയിക്കണം.
അതുപോലെ തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അതാത് ജില്ലാ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ ID കാർഡ്, ഈ ആധാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ID കാർഡ് കൂടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ കരുതിയിരിക്കണം. തസ്ലീമ നസ്രീനാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് പോലീസിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായി തന്നെ എല്ലാവരും ജില്ലാ സെക്രട്ടറിമാർ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് ബാഡ്ജ് ഉൾപ്പെടെ ആയിട്ട് വേണം നമ്മൾ അവരവരുടെ ID കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ളത് കരുതി വേണം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന ഈ കാലയളവെന്നൊന്ന് വളരെ ഇന്ത്യയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതും. നമ്മുടെ പല മേഖലകളിലേക്കും, വിദ്യാഭ്യാസം, നമ്മുടെ ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്നതടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സംഘപരിവാറിൻ്റെ ആശയങ്ങളെ കടത്തി വിട്ടുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവവൽക്കരണം, ഒരു ബ്രാഹ്മണ ആശയത്തിൽ, ബ്രാഹ്മണ ഐഡിയോളജി നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഒരു മനുസ്മൃതിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഭരണഘടന നടപ്പിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നാഗ്പൂരിലെ സംഘപരിവാറിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ സമസ്ത മേഖലകളിലും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലടക്കം ഇത്തരം പഴയ പുരാണങ്ങളിൽ പറയുന്ന കഥകളെയൊക്കെ, മിത്തുകളെയൊക്കെ, അതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചരിത്രത്തെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ, അതായത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചരിത്രത്തെയാകെ മാറ്റിമറിച്ചുകൊണ്ടാണ് പോകുന്നത്. സമസ്ത മേഖലകളിലും, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ദൈനംദിനമുള്ള ജീവിത മേഖലകളിൽ, നമ്മളെന്തൊരു വസ്ത്രം കഴിക്കണം, നമ്മളെന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിലയിലൊക്കെ തന്നെ അവരുടെ കടന്നുകയറ്റം, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ കിടപ്പറയിലടക്കം കടന്നു കയറുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന, അത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ 100 കള്ളങ്ങൾ 100-ലധികം പ്രാവശ്യം പറഞ്ഞ് അതിനെ യാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് സാധാരണ ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്ന അവരുടെ ആ തന്ത്രം മെനഞ്ഞുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മതമുക്തമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഈ അവസരത്തിൽ ഉയർത്തുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ മതമുക്തമാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം, നമ്മുടെ സർക്കാർ പൈസ കൊടുത്ത് ശമ്പളം കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നിയമനം PSCക്ക് വിടണമെന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ നിയമനങ്ങളും PSCക്ക് വിടുക എന്നുള്ളൊരു മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്ര ഒരു പ്രവർത്തനം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ എത്രയെങ്കിലും വർഷങ്ങളായി കേരള യുക്തിവാദി സംഘം ആവശ്യപ്പെടുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക എന്നുള്ളത്. ഏതാണ്ട് 9 ഘട്ട സമരങ്ങൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു. ഇനിയും വരുന്ന നാളുകളിൽ വളരെ ശക്തമായ ഒരു സമരം അക്കാര്യത്തിൽ നടപ്പാക്കാൻ കേരള യുക്തിവാദി സംഘം തയ്യാറാണ്. നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള യുക്തിവാദി സംഘം. എന്തുകൊണ്ടോ ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളൊരു ഗവൺമെൻറ് ഭരിക്കുന്ന ഈ കേരളത്തിൽ അത്തരമൊരു നിയമം നടപ്പിലാക്കാൻ അവർ വൈമുഖ്യം കാണിക്കുന്നു. ഒട്ടേറെ കാരണങ്ങൾ പറഞ്ഞ് അത് മാറ്റിവെച്ചുകൊണ്ട് പോവുകയാണ്. അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ആ നിയമം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് കോടതിയും സർക്കാരിനോട് കോടതി വിശദീകരണം നൽകുകയും അത് അടുത്ത് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നടപ്പിലാക്കാമെന്ന് സർക്കാർ പറയുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കേരള യുക്തിവാദി സംഘം ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഇതൊക്കെ. കൊല്ലത്ത് നടക്കുന്ന ഈ 34ാം സംസ്ഥാന സമ്മേളനത്തിൽ, ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ചെയ്തു തരണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കേരള യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.